നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനൊരുങ്ങാൻ CPIM. സ്ഥാനാർത്ഥി നിർണയം നവംബർ 5-നകം പൂർത്തിയാക്കാനാണ് പാർട്ടി നിർദ്ദേശം. ജില്ലാ കമ്മിറ്റികൾക്കാണ് സംസ്ഥാന നേതൃത്വം ഇതിനോടകം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജയസാധ്യതയാകണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്നും യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും CPIM സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രിയിൽ ഡോക്ടറെ കാണാനായി കാത്തിരിക്കെ കുഞ്ഞു മരിച്ചു. നിലമ്പൂർ ആദിവാസിയൂരായ പാലക്കയം നഗറിലെ അജിത് സൗമ്യ ദമ്പതികളുടെ മകൾ സനോമിയയാണ് മരിച്ചത്. 3 വയസ്സായിരുന്നു പ്രായം. രാവിലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ വന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ കാത്തു നിൽക്കുമ്പോഴായിരുന്നു കുഞ്ഞ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ചുവെന്ന കേസിൽ റാപ്പർ വേടന് ആശ്വാസം. എറണാകുളം സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ വേടന് ഹൈക്കോടതി ഇളവ് നൽകി. കേരളം വിടരുതെന്നും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നീ വ്യവസ്ഥകളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഹരിയാനയിലെ ഫരീദാബാദിൽ 15-കാരിയെ കാറിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രധാന പ്രതി 22-കാരൻ പെൺകുട്ടിയുടെ പരിചയക്കാരനാണ്. ലഹരി വസ്തുക്കൾ നൽകി ബോധം കെടുത്തി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ അത്യാധുനിക പോർവിമാനമായ റഫാലിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിൽ നിന്നാണ് രാഷ്ട്രപതി റഫാൽ വിമാനത്തിൽ പറന്നുയർന്നത്. ഇതോടെ റഫാലിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ചരിത്ര നേട്ടമാണ് രാഷ്ട്രപതി സ്വന്തമാക്കിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തും. 2019-2025 കാലത്തെ ബോർഡ് അംഗങ്ങളെയായിരിക്കും ചോദ്യം ചെയ്യുക. ഇക്കാലത്ത് മിനിറ്റ്സ് രേഖകൾ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതും വിശദമായി പരിശോധിക്കും. തെളിവ് ശക്തമായാൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനും സംഘം തീരുമാനിച്ചിട്ടുണ്ട്. LDF സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. LDF സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ജാള്യത മറയ്ക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.